ഇന്നത്തെ അറിയിപ്പുകൾ. വാഹനപ്രേമികൾക്ക് സന്തോഷ വാർത്തയുമായി MVD. വാഹനങ്ങളിൽ സ്റ്റിക്കർ ലൈറ്റുകളും പിടിപ്പിക്കുന്നതടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്ന് ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ട്. സർക്കാർ അന്തിമ തീരുമാനം എടുക്കും. സംസ്ഥാനത്തെ വാഹനപ്രേമികൾ കാത്തിരുന്ന വാഹന മോഡിഫിക്കേഷൻ നടപ്പാക്കുന്നതിൽ ആദ്യ ചുവടുവെച്ച് മോട്ടോർ വാഹന വകുപ്പ്. സ്റ്റിക്കറുകളും ലൈറ്റുകളും ഉൾപ്പെടെ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്ന് ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. വാഹനത്തിന്റെ നിറം മാറ്റം പോലുള്ള രൂപമാറ്റങ്ങൾക്ക് പണമടച്ച് പ്രത്യേക അനുമതി വാങ്ങേണ്ടിവരും. എഞ്ചിൻ മാറ്റം, ബോഡിക്ക് രൂപമാറ്റം, ഇലക്ട്രിക്കിലേക്കോ CNGയിലേക്കോ ഒക്കെ മാറാനും ഇതുപോലെ അനുവാദം വാങ്ങണം. അധിക സ്പീക്കറുകളും ഘടിപ്പിക്കാം. ഇത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷൻ പഠന റിപ്പോർട്ട് തയ്യാറാക്കി. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേഴ്സ് തുടങ്ങി സൺ ഫിലിംസ് വരെയുള്ളവയ്ക്കാണ് മോഡിഫിക്കേഷനുള്ള അനുമതി നൽകാൻ സാധ്യതയുള്ളവയുടെ പട്ടികയിൽ ഉള്ളത്. ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ പട്ടിക സംസ്ഥാന സർക്കാർ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ സംസ്ഥാന ഖജനാവിലുണ്ടായിരുന്നത് 5263.74 കോടി രൂപ. കിഫ്ബിക്കും ധവളപത്രത്തിൽ രൂക്ഷ വിമർശനം. LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ സംസ്ഥാന ഖജനാവിലുണ്ടായിരുന്നത് 5263.74 കോടി രൂപയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യരേഖയായ ധവളപത്രം. UDF സർക്കാർ അധികാരമേറ്റ ശേഷം മെയ് 16 വരെയുള്ള കണക്കുകൾ പ്രകാരം ഖജനാവിലെ നീക്കിയിരിപ്പ് 2211.93 കോടി രൂപയായി ചുരുങ്ങി. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ VD സതീശനാണ് ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത ഇപ്പോൾ 5.07 ലക്ഷം കോടി രൂപയാണ്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ചെലവഴിക്കുന്നത് പെൻഷനും ശമ്പളത്തിനും വേണ്ടി. റവന്യൂ വരുമാനത്തിന്റെ 20.9% ചെലവഴിക്കുന്നത് പലിശ വീട്ടാൻ മാത്രമാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. സർക്കാരിന് കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് KSRTCയും ജല അതോറിറ്റിയുമാണ്. നിലവിലെ സാഹചര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് സാമ്പത്തികമായി ഒട്ടും നിലനിൽക്കുന്നതല്ലെന്നും ധനകാര്യ റിപ്പോർട്ട് വിലയിരുത്തുന്നു. കിഫ്ബിക്കും റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ കടബാധ്യതയാണുള്ളത്. പലപ്പോഴും സർക്കാർ കടമെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിഫ്ബി കടമെടുക്കുന്നുവെന്ന് ധവളപത്രം പറയുന്നു. ഇതെല്ലാം സർക്കാരിന്റെ ബാധ്യതയായി മാറുന്നു. കിഫ്ബി മുന്നോട്ടു പോകണമെങ്കിൽ അടിമുടി പരിഷ്കരിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്ര പരിഷ്കരണം നിർദ്ദേശിച്ച് ധവളപത്രം. ബെപ്കോയും സപ്ലൈകോയും ലയിപ്പിക്കണമെന്നും ഊർജ്ജ മേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കണമെന്നും ധവളപത്രത്തിൽ ശുപാർശ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അടക്കം സമഗ്ര പരിഷ്കരണമാണ് ധവളപത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബെപ്കോയെയും സപ്ലൈകോയെയും ലയിപ്പിച്ച് ഒരൊറ്റ കോർപ്പറേഷൻ ആക്കണമെന്നാണ് പ്രധാന ശുപാർശ. ഊർജ്ജമേഖല സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കണം. KSEB പോലുള്ള പ്രധാന സ്ഥാപനങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണം. സബ്സിഡികൾ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനു പകരം അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകണം എന്നീ നിർദ്ദേശങ്ങളും ധവളപത്രം മുന്നോട്ടുവയ്ക്കുന്നു. സൗരോർജ്ജം, ജലവൈദ്യുതി, ആണവോർജ്ജം എന്നിവയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും വൈദ്യുതി വിതരണ സംഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കണം. ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ എന്നിവ പരിഗണിക്കണം. ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഭൂമിയും മറ്റാസ്തികളും കൂടുതൽ ഉൽപാദനക്ഷമമായ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കണം. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സമയബന്ധിതമായി ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് സർക്കാർ ഉറപ്പാക്കണം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രം ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.